അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൻ്റെ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജ്, അതിൻ്റെ പഠന പരമ്പരയിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നാം പോകാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു എന്ന ഹദീസ് നമുക്കറിയാവുന്നതാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ആണ് എന്നാണ്. ഒരു വേള ഒന്നുകൂടി പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവനാണ് പഠിപ്പിക്കുന്നവനേക്കാൾ മുൻഗണന വന്നിട്ടുള്ളത് എന്നുകൂടി നമുക്ക് പറയാവുന്നതാണ്. ഖുർആൻ പഠനത്തിന് അത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മലക്കുകളുടെ ചിറകിൻ കീഴിലായി അഭയം ലഭിക്കുന്ന, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഖുർആൻ വായനയും ഖുർആൻ ഓതലും ഖുർആൻ പഠനവും ഖുർആൻ പാരായണവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഏവരെയും ഈ ഖുർആൻ പഠന പരമ്പരയിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു ഈയൊരു നമ്മുടെ ശ്രമം പരലോകത്തേക്കുള്ള ഏറ്റവും നല്ല വിഭവമാക്കി മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅത്തി ശൈഉൻ അലീം. വിശുദ്ധ ഖുർആനിൻ്റെ 22-ാം സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. 17-ാമത്തെ ജുസ് ആണ് സൂറത്തുൽ ഹജ്ജ്. 78 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. മൊത്തത്തിൽ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും എവിടെയാണ് അവതരിച്ചത് എന്ന് പറയാറുണ്ട്. മക്കിയ്, മദനിയ് എന്നാണ് അറിയപ്പെടാറുള്ളത്. മക്കിയ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 മുതൽ 53 വരെയുള്ള മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതിനാണ് നമ്മൾ മക്കിയ് എന്ന് പറയുക. ശേഷമുള്ള 10 വർഷക്കാലഘട്ടങ്ങളിൽ ഉള്ളത് മദനിയും. സൂറത്തുൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗങ്ങൾ മക്കയിൽ അവതരിച്ചതും ചില ഭാഗങ്ങൾ മദീനയിൽ അവതരിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ മുഖ്തലിത്ത് എന്നാണ്, അതായത് രണ്ടും കൂടി ഇടകലർന്ന് അവതരിച്ചത് എന്ന അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ സൂറത്തുൽ ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ചില ആയത്തുകൾ ആ ആയത്തിൻ്റെ വിശദീകരണ നേരത്ത് എവിടെയാണ് അവതരിച്ചത് എന്ന് നമുക്ക് ആ സന്ദർഭമനുസരിച്ച് പറയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. മൊത്തത്തിൽ ശൈലി കൊണ്ടും ആശയങ്ങളുടെ വിവർത്തനം കൊണ്ടും വിവരണം കൊണ്ടും നമുക്ക് മക്കിയാണോ മദനിയാണോ എന്ന് ഓരോ ആയത്തുകളും തിരിച്ചറിയാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഒക്കെ മദനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറയ്ക്ക് ശേഷമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങൾ ഉള്ള ഭാഗങ്ങളൊക്കെ മദനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് പൊതുവായി സൂറത്തുൽ ഹജ്ജിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമതായി, എന്താണ് സൂറത്തുൽ ഹജ്ജിന് സൂറത്തുൽ ഹജ്ജ് എന്ന പേര് വരാനുണ്ടായ കാരണമെന്നാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ഹജ്ജിനുള്ള കൽപ്പന സൂറത്തുൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ സൂറത്തുൽ ഹജ്ജിന് ഈ പേര് വരാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നു. 9 തവണയാണ് ഖുർആനിൽ ഹജ്ജ് എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. അതിൽ
അവസാനത്തേതായ 9ാമത്തെ പ്രയോഗം വന്നത് സൂറത്തുൽ ഹജ്ജിലാണ്. മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത് 2 തിലാവത്തിൻ്റെ സുജൂദ് സൂറത്തുൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. 18ാമത്തെ ആയത്തിലും 77ാമത്തെ ആയത്തിലും സജദു തിലാവ സൂറത്തുൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം നാം ആമുഖമായി മനസ്സിലാക്കേണ്ടത് സൂറത്തുൻ നൂർ ഇറങ്ങിയതിന് ശേഷമാണ് സൂറത്തുൽ ഹജ്ജ് ഇറങ്ങിയത്. സൂറത്തുൻ നൂർ ഇറങ്ങിയതിന് തൊട്ട് ശേഷമാണ് സൂറത്തുൽ ഹജ്ജ് ഇറങ്ങിയത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുനാഫിഖൂൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പാണ് സൂറത്തുൽ ഹജ്ജ് ഇറങ്ങിയത്. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ 3 വിഭാഗങ്ങളെക്കുറിച്ചാണ് സൂറത്തുൽ ഹജ്ജിൽ പരാമർശമായി വന്നിട്ടുള്ളത്. ഒന്നാമത്തെ വിഭാഗം 3 വിഷയങ്ങളെക്കുറിച്ചാണ് വന്നിട്ടുള്ളത്. ഒന്ന് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. രണ്ടാമതായി ഹജ്ജിനെയും മസ്ജിദുൽ ഹറമിനെയും സംബന്ധിച്ച കാര്യങ്ങൾ സൂറത്തുൽ ഹജ്ജിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രതിപാദ്യ വിഷയമായി വന്നിട്ടുള്ളതിൽ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ്. അതോടൊപ്പം മറ്റു ഇലാഹുകളെ ആരാധിക്കുന്നതിൻ്റെ ദുർബലതയെക്കുറിച്ചും വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്താണ്? സൂറത്തുൽ ഹജ്ജ് ഇറങ്ങുവാനുണ്ടായ സാഹചര്യവും ലക്ഷ്യവുമൊക്കെ പറയപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഖുറൈശികളുടെ മർദ്ദനം കൊടുമ്പിരിക്കൊണ്ടെന്ന ഒരു കാലഘട്ടം. അതിൽ ഖുറൈശികളുടെ മർദ്ദനവും എതിർപ്പുകളും വന്നപ്പോൾ വിശ്വാസികൾ ഓരോരുത്തരായി ഹിജറ പോകുന്ന ആ ഒരു രംഗമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സഹാബികളൊക്കെ ഹിജറ പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അനുവാദം കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷവും മറ്റുമൊക്കെ മുനാഫിക്കുകളുടെ ദ്രോഹമുണ്ടായിരുന്നു. മുനാഫിക്കുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു, കപടവിശ്വാസികൾ. അവരുടെ ദ്രോഹവും അവരുടെ ഒളിയമ്പുകളും ഉണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ ഈ സൂറത്തുൽ ഹജ്ജിൽ വരുന്ന ചില പ്രതിപാദ്യ വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ സമൂഹത്തെ നിർത്തിക്കൊണ്ട് തൗഹീദിനെ സ്ഥാപിക്കുകയും ശിർക്കിൻ്റെ നിരർത്ഥകതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം പുനരുദ്ധാനം കൃത്യമായി അള്ളാഹു തെളിയിക്കുകയാണ്. ഇതാണ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ 78 ആയത്തുകളാണെന്ന് പറഞ്ഞു. ഈ 78 ആയത്തുകളിൽ ഓരോ ആയത്തുകളും ഉൾക്കൊണ്ടിട്ടുള്ള വിഷയങ്ങൾ, നിരവധി വിഷയങ്ങൾ, ഏകദേശം 29ഓളം 30ഓളം വിഷയങ്ങൾ ഈ 78 ആയത്തുകളിലായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയം കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ.